അടുത്തതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. സോ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ വേർഡ് വന്നത് ഗ്രീൻ ഹൗസിൽ ഒക്കർ ചെയ്യുന്ന സംഭവിക്കുന്ന ഒരു ഫിനോമിനൻ. അതിൽ നിന്നാണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് വന്നത്. സോ എന്താണ് ഗ്രീൻ ഹൗസ്? ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവും, ഒരു വിന്റർ ടൈമിലൊക്കെ നമ്മൾ ആ പ്ലാന്റ്സിനെ കൂടുതൽ ടെമ്പറേച്ചർ കിട്ടുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് പാനലിനുള്ളിൽ വളർത്തുന്നതാണ് ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. സോ ഒരു ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്ലാസ് ഹൗസ് ആണ് ആ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്ലാന്റ്സിനെ വിന്റർ സീസണിൽ, എസ്പെഷ്യലി ഡ്യൂറിങ് വിന്റർ സീസണിൽ ആ പ്ലാന്റ്സിന് ടെമ്പറേച്ചർ കൂടുതൽ കിട്ടുന്നത് വേണ്ടി ആ ഒരു ഗ്ലാസ് ഹൗസിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നതാണ് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ ഒരു സംഭവം. സോ അവിടെ ഉണ്ടാകുന്ന ഇഫക്റ്റ് ആണ് നമ്മൾ പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, പുറത്തെ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും ഈ ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ. സോ എന്താണ് ഈ ഗ്രീൻ ഹൗസിന്റെ പ്രത്യേകത? എങ്ങനെയാണ് ഇൻസൈഡ് ദ ഗ്ലാസ് ഹൗസ് ടെമ്പറേച്ചർ കൂടുന്നത്? സോ ഗ്രീൻ ഹൗസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിൽ ലൈറ്റിനെ എൻറ്റർ ചെയ്യുന്നു. ലൈറ്റിനെ എൻറ്റർ ചെയ്യലും എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഡസ് നോട്ട് അലൗ ഹീറ്റ് ടു എസ്കേപ്പ്. അതിൻ്റെ ഉള്ളിൽ എൻറ്റർ ചെയ്യുന്ന ആ ലൈറ്റ് അഥവാ ഹീറ്റ് എനർജിനെ തിരിച്ച് എസ്കേപ്പ് ചെയ്യാതെ നിർത്തുകയും ചെയ്യുന്നു. സോ ഹീറ്റ് എനർജി പുറത്തോട്ട് പോകുകയില്ല, പക്ഷെ ഈ ലൈറ്റ് എനർജി അകത്തോട്ട് വരികയും ചെയ്യും. അങ്ങനെ ടോട്ടലി എന്ത് സംഭവിക്കുന്നത്? ഗ്രീൻ ഹൗസ് വാം ആവുന്നു, ചൂടാവുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചർ ആ വിന്റർ സീസണിന് ആ പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാനായിട്ട് സഹായകമാകുന്നു. സോ ഗ്രീൻ ഹൗസിന്റെ പ്രത്യേകത എന്താണ്? ഇൻ എ ഗ്രീൻ ഹൗസ് ദ ഗ്ലാസ് പാനൽ, ഞാൻ പറഞ്ഞു ഒരു സ്മോൾ ഗ്ലാസ് ഹൗസ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്ന ഗ്ലാസ് പാനൽ. അവിടേക്ക് ലൈറ്റിനെ എൻറ്റർ ചെയ്യാൻ അനുവദിക്കുന്നു. ലെറ്റ്സ് എ ലൈറ്റ് ഇൻ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് അലൗ ഹീറ്റ് ടു എസ്കേപ്പ്. അവിടെ നിന്ന് ആ ഹീറ്റിനെ അല്ലെങ്കിൽ ലൈറ്റ് എനർജീനെ പുറത്തോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. ലൈറ്റിനെ എൻറ്റർ ചെയ്യും, എന്നാൽ അവിടെ കയറുന്ന ആ ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി പുറത്തോട്ട് പോകുകയില്ല. അതിന്റെ ഫലമായിട്ട് ആ ഗ്രീൻ ഹൗസ് ചൂടാവുന്നു, വാം ആവുന്നു. സോ ഈ എഫക്റ്റ് കാരണം അവിടെയുള്ള ആ പ്ലാന്റ്സിലെ വിന്ററിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിന് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടുന്നു. സോ കൂടുതൽ ടെമ്പറേച്ചർ വേണ്ട ടൈപ്പ് പ്ലാന്റ്സുകളെ നമ്മൾ വിന്റർ സീസണിൽ ഇങ്ങനെ ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് പാനലിൽ ഇട്ടിട്ടാണ് നമ്മൾ ഗ്രോ ചെയ്യിക്കുന്നത്. ഈ എഫക്റ്റ് ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. സോ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിനൻ ആയിട്ടുള്ള ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് അവിടെ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹീറ്റിംഗ് ഓഫ് എർത്ത് സർഫസ്. സോ നമ്മൾ ഈ ഗ്ലാസ് പാനൽ സംഭവിച്ച ഇതേ ഇൻസിഡന്റ്, അതായത് ആ ടെമ്പറേച്ചർ കൂടി ആ ഗ്ലാസ് ഹൗസിലെ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ആയിട്ട് ആ ടെമ്പറേച്ചർ കാരണം അവിടെയുള്ള ആ പ്ലാന്റ്സ് വിന്റർ സീസണിലെ പ്ലാന്റ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചർ ലഭിക്കുകയും അതിന് വളരാൻ സാധിക്കുകയും ചെയ്യുന്നു. സോ നമ്മൾ അങ്ങനെ ഒരു ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്ലാസ് പാനൽ ഹൗസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഇതേ ഫിനോമിനൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഫിനോമിനൻ നാച്ചുറൽ ആയിട്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹീറ്റിംഗ് ഓഫ് എർത്ത് സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ എർത്തിന്റെ സർഫസിനെയും അറ്റ്മോസ്ഫിയറിനെയും എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? ചൂടായിട്ട് ഹീറ്റാക്കി നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഫിനോമിനൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. സോ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഫിനോമിനൻ ആണ് ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അത് റെസ്പോൺസിബിൾ ഫോർ ഹീറ്റിംഗ് ഓഫ് എർത്തിന്റെ സർഫസിനെയും അറ്റ്മോസ്ഫിയറിനെയും ഹീറ്റ് ചെയ്യാനായിട്ട് സഹായകമാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിനൻ ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇനി നമുക്ക് വളരെയധികം അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? സോ വിത്തൗട്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഇങ്ങനെ നമ്മുടെ ഈ നേച്ചറിൽ ഈ എർത്തിന്റെ സർഫസിനെ ഇങ്ങനെ ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ചൂടാക്കി നിർത്തുന്ന ആ ഒരു ഫിനോമിനൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സോ വിത്തൗട്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് നമ്മുടെ ഈ സൺലൈറ്റ് അവിടെ നിന്ന് വരുന്ന ടെമ്പറേച്ചർ, ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് നമ്മുടെ എർത്തിന്റെ സർഫസിൽ എന്തായി മാറിയേനെ? ഒരു ചില്ലി, ഒരു വളരെ തണുത്ത -18 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറിയേനെ.
സോ അങ്ങനത്തെ ഒരു ടെമ്പറേച്ചർ ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ, അത് വളരെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സോ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ എർത്തിന്റെ സർഫസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? -18 ഡിഗ്രി സെൽഷ്യസ്. അത്രയും തണുത്തൊരു ടെമ്പറേച്ചർ ആയേനെ. എന്നാൽ ആക്ച്വലി എന്താണ്, റാദർ ദാൻ ഇപ്പൊ നമ്മുടെ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണ്? 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇപ്പോൾ നിലവിൽ നമ്മൾ പറയുന്ന ഒരു ആവറേജ് ടെമ്പറേച്ചറായ 15 ഡിഗ്രി സെൽഷ്യസിന് പകരം ഒരു ആവറേജ് ടെമ്പറേച്ചർ -18 ഡിഗ്രി സെൽഷ്യസ് ആയേനെ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ. സോ നമ്മുടെ എർത്തിന്റെ സർഫസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ ഇങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ നാച്ചുറൽ ആയിട്ട് ഫിനോമിനൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ എർത്തിന്റെ സർഫസിൽ -18 ഡിഗ്രി സെൽഷ്യസ് വരെ പോയേനെ ഒരു ആവറേജ് ടെമ്പറേച്ചർ. എന്നാൽ നമ്മൾ ഇപ്പൊ പറയും നമുക്ക് നോർമൽ ഇപ്പോഴുള്ള ആവറേജ് ടെമ്പറേച്ചർ എത്രയാ? റാദർ ദാൻ 15 ഡിഗ്രി സെൽഷ്യസ്. സോ നമ്മുടെ എർത്തിന്റെ സർഫസിനെ അല്ലെങ്കിൽ ആ പറഞ്ഞ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ഒരു ഫിനോമിനനാണ് ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. സോ നമ്മൾ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ സണ്ണിൽ നിന്ന് വരുന്ന സൺലൈറ്റ്, അതായത് സോളാർ റേഡിയേഷൻ, അതിന്റെ ഫേറ്റ് അത് എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നോക്കണം. സോ ഇഫക്റ്റ് ഓഫ് ഈ പറഞ്ഞ സോളാർ റേഡിയേഷൻ അഥവാ സൺലൈറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, എർത്തിന്റെ ആ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന ഔട്ടർമോസ്റ്റ് സർഫസ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന ഈ സൺലൈറ്റിന്റെ ഫേറ്റ് എന്താണ് സംഭവിക്കുന്നത്, എന്നാൽ മാത്രമേ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എങ്ങനെയാണ് ഇവിടെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഫേറ്റ് ഓഫ് എനർജി ഓഫ് സൺലൈറ്റ്, ഇൻകമിങ് സോളാർ റേഡിയേഷൻ അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഈ സൺലൈറ്റിന്റെ ഫേറ്റ് എങ്ങനെയാണ് അതിന്റെ യാത്ര എന്ന് നോക്കാം. സോ അതില് ക്ലൗഡ്സ് ആൻഡ് ഗ്യാസസ്, നമ്മുടെ ക്ലൗഡ്സുകളും ഗ്യാസുകളും എന്ത് ചെയ്യണേ? റിഫ്ലക്ട് 1/4 ഓഫ് സോളാർ റേഡിയേഷൻ. ഇൻകമിങ് ആയിട്ടുള്ള വന്നുകൊണ്ടിരിക്കുന്ന സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇൻകമിങ് ആയിട്ടുള്ള സോളാർ റേഡിയേഷന്റെ 1/4 നമ്മുടെ ക്ലൗഡ്സും ഗ്യാസസും അതിനെ റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ സണ്ണിൽ നിന്ന് വരുന്ന ആ സൺലൈറ്റിലെ 1/4 ക്ലൗഡ്സും ഗ്യാസസും അതിന് വരുന്ന സോളാർ റേഡിയേഷനെ റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അബ്സോർബ് സം ഓഫ് ഇറ്റ്, അതിൽ കുറച്ചത് ആ ക്ലൗഡ്സ് ആൻഡ് ഗ്യാസസ് അബ്സോർബ് ചെയ്യുകയും 1/4 അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബട്ട് ഹാഫ് ഓഫ് ദ ഇൻകമിങ് സോളാർ റേഡിയേഷൻ, ഈ വരുന്ന സൺലൈറ്റിൽ നിന്ന് വരുന്ന ഇൻകമിങ് സോളാർ റേഡിയേഷനിൽ പകുതിയും എന്താണ് സംഭവിക്കുന്നത്? ഹാഫ് ഓഫ് ദ ഇൻകമിങ് സോളാർ റേഡിയേഷൻ ഫോൾസ് ഓൺ എർത്ത്. നമ്മുടെ പകുതിയും സോളാർ റേഡിയേഷൻ, വരുന്ന സോളാർ റേഡിയേഷനിലെ സൺലൈറ്റില് പകുതിയും നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഫോൾ ചെയ്യുന്നു, അതായത് വീഴുന്നുണ്ട്. ആൻഡ് അത് കാരണം എർത്തിന്റെ സർഫസ് ചൂടാകുന്നു. എർത്ത് സർഫസ് ഹീറ്റിംഗ് ഇറ്റ്. സോ പകുതിയിലും ഈ പറഞ്ഞ സോളാർ റേഡിയേഷൻ എർത്തിന്റെ സർഫസിൽ എത്തി അതിൽ വന്ന് പതിച്ച് എർത്തിന്റെ സർഫസിനെ ചൂടാൻ അനുവദിക്കുന്നു. എർത്ത് സർഫസ് ഹീറ്റിംഗ് ഇറ്റ്. ആൻഡ് അതിൽ കുറച്ചൊരു പ്രൊപ്പോർഷൻ മാത്രമാണ്, സ്മോൾ പ്രൊപ്പോർഷൻ റിഫ്ലക്റ്റഡ് ബാക്ക്, ചെറിയൊരു പ്രൊപ്പോർഷൻ മാത്രമേ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നുള്ളൂ. ആൻഡ് എർത്ത് സർഫസ് റീഎമിറ്റ് ഹീറ്റ്, എർത്തിന്റെ സർഫസ് ഈ ഇതിനെ റീഎമിറ്റ് ചെയ്യാണ്. എങ്ങനെ റീഎമിറ്റ് ചെയ്യുന്നത്? ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഹീറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഹീറ്റ്. സോ ഈ റീഎമിറ്റ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ അഥവാ ഹീറ്റ് ഫോമിലാണ്. സോ നോർമലി നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ഇൻകമിങ് സോളാർ റേഡിയേഷൻ നമ്മുടെ എർത്തിന്റെ സർഫസിൽ വരുമ്പോൾ വന്ന് പതിക്കുമ്പോൾ അതിൽ ആ പതിച്ചതിൽ കുറെ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സ്പേസ്. സോ നമ്മുടെ സോളാർ റേഡിയേഷൻ എർത്തിന്റെ സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ എർത്തിന്റെ സർഫസിൽ നിന്ന് തിരിച്ച് ഇത് റിഫ്ലക്ട് ചെയ്ത് സ്പേസിലേക്കാണ് തിരിച്ചു പോകുന്നത്. ഈ സോളാർ റേഡിയേഷൻ എന്ത് ഫോമിലാണ് തിരിച്ചു പോകുന്നത്? ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. സോ നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ആ സൺലൈറ്റ് എർത്തിന്റെ സർഫസിൽ എത്തി, എർത്തിന്റെ സർഫസിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് സ്പേസിലേക്കാണ് പോകുന്നത്. ഏത് ഫോമിലാണ്? ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. സോ സ്പേസിലേക്ക് പോകുമ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ അഥവാ ഹീറ്റ് ഫോമിലാണ് ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. എന്നാൽ
നമ്മുടെ അവിടെ അറ്റ്മോസ്ഫിയറിലെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഇതുപോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ ഒരു എൻവലപ്പ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ എൻവലപ്പ് ഈ പറഞ്ഞ ഇൻഫ്രാറെഡ് റേഡിയേഷൻ അഥവാ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞ റേഡിയേഷനിൽ കുറച്ചൊക്കെ എർത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ പോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷന് എന്ത് ചെയ്യുന്നു, ഹീറ്റ് എനർജിനെ റേഡിയേറ്റ് ചെയ്ത് നമ്മുടെ ഈ എൻവയോൺമെന്റിലെ ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യാൻ, അതായത് അറ്റ്മോസ്ഫിയറിലെ സർഫസിലെ ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അഥവാ അറ്റ്മോസ്ഫിയറിക് ഇഫക്റ്റ്. സോ ഇങ്ങനെ നമ്മുടെ സൺലൈറ്റിൽ നിന്ന് വരുന്ന ഇൻകമിംഗ് ആയിട്ടുള്ള സോളാർ റേഡിയേഷൻ നമ്മുടെ എർത്തിന്റെ സർഫസിൽ എത്തുകയും എർത്തിന്റെ സർഫസിൽ നിന്ന് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോവുകയും ആ റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ അഥവാ ഹീറ്റ് ഫോമിലാണ് അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ഈ റിഫ്ലക്ട് ചെയ്തു പോകുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ പോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഇതിനെ അബ്സോർബ് ചെയ്ത് ഈ ഹീറ്റിനെ നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ ഈ പ്രക്രിയ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ എർത്തിന്റെ സർഫസിലെ ഒരു ആവറേജ് ടെമ്പറേച്ചർ 15 ഡിഗ്രി ആക്കിയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നു. ഇതിന് പകരം ഇതില്ലായിരുന്നെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കൊണ്ട് വളരെ തണുത്ത് ചില്ലി ആയിട്ടുള്ള -18 ഡിഗ്രി സെൽഷ്യസ് ആയേനെ. എന്നാൽ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ അഥവാ ഹീറ്റിന് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളെ അബ്സോർബ് ചെയ്ത് തിരിച്ച് നമ്മുടെ എർത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. സോ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുകയാണ്, എൻവയോൺമെന്റിലെ ഈ ടെമ്പറേച്ചർ കൂടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ മൂലം നമ്മുടെ ടെമ്പറേച്ചർ എൻവയോൺമെന്റിൽ ഇൻക്രീസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്.